ഹലോ എവരിവൺ, എല്ലാവർക്കും ACDP അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിളിലെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാമായിരിക്കും അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ എന്തായിരിക്കും അതിൻ്റെ ഏജ്, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക, അതേപോലെ തന്നെ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും, അത്ര വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ, കേരള പോലീസിൻ്റെ കീഴിൽ ഒരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒന്നാണ് ഈ പറയുന്ന കേരള പോലീസ് കീഴിലുള്ള കേരള പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കേരള പോലീസിൽ കോൺസ്റ്റബിൾ ആയിട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോലീസുകാരനായിട്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്ത് അതേപോലെ തന്നെ കോൺസ്റ്റബിളായി, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ASI SI അതേപോലെ CI ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോഷൻ ലഭിക്കാൻ പറ്റും നല്ലൊരു സംവിധാനമാണ് പറയുന്ന കേരള പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് കടക്കാം, താമസിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ എടുത്തൊന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ പറയുന്നത് 31/12/2024 ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടിയാണ് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വർഷം എന്താണ് 29/1/2025 എന്ന് പറയുന്നത് എൻ്റെ അവസാനത്തെ എന്ന് പറയുന്നത് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 740/2024 കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിനേഷൻസ് മറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നോട്ടിഫിക്കേഷൻ അറിയാം, എല്ലാ വർഷമൊക്കെ വിളിക്കുന്ന ഒന്നാണ് ഈ പറയുന്നത് കേരള പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം www.psc.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു യൂസർ നെയിം പാസ്വേഡ് കിട്ടുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ബാക്കി പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷകളൊക്കെ അയക്കാൻ സാധിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി നോക്കുന്നതാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കേരള പോലീസിലേക്കാണ് ചെയ്യുന്നത് നിങ്ങളെ വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ കേരള പോലീസിന് കീഴിലാണ് ഈ പറഞ്ഞ കേരള പോലീസ് കോൺസ്റ്റബിൾ വിളിക്കുന്നത്. ഓക്കെ, കേരള പോലീസിന് കീഴിലാണ് വരുന്നത്. അതേപോലെ തന്നെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കേരള പോലീസ് ട്രെയിനി ആംഡ് ഫോഴ്സ് ബറ്റാലിയൻ ആണ്. അതായത് ഈ പറയുന്ന നമ്മുടെ ബറ്റാലിയൻ വൈസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ബറ്റാലിയൻ കേട്ടിട്ടില്ല. അത്തരത്തിൽ കേരള പോലീസിന് കീഴിലുള്ള ആംഡ് ഫോഴ്സസ് ബറ്റാലിയനിലേക്കാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളെ വിളിക്കുന്നത്. ഓക്കെ, പൊതുവെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് ഈ പറയുന്ന ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ് ചെയ്യുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം പോലീസിൽ കോൺസ്റ്റബിൾ ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ സേവനം ആരംഭിക്കുന്നത് പറയും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ സ്കെയിൽ ഓഫ് പേ, അതായത് നിങ്ങളുടെ ശമ്പളം, അതായത് നിങ്ങളുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൈ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31,100 മുതൽ ഏകദേശം 66,800 വരെയാണ് നിങ്ങളുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്? 31,100 മുതൽ 66,800 വരെയാണെന്ന് പറയുന്നത് നിങ്ങളുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കേരള പോലീസിൽ ഒരു കോൺസ്റ്റബിൾ ആയിട്ട് ഈ പറയുന്ന ആംഡ് ഫോഴ്സസ് ബറ്റാലിയനിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് കയറുന്നവരാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറിയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സാലറി സ്കെയിലാണ് പറയുന്നത്. ഈ പറയുന്ന 33,100 മുതൽ 66,800 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചിനകത്ത് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത്. ഓക്കെ, അവിടെ ശമ്പളം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ എങ്ങനെയാണ് ഈ പറഞ്ഞ ബറ്റാലിയൻ വൈസാണ് പൊതുവെ വേക്കൻസികൾ വരിക. ഓക്കെ, അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും കേരളത്തിൽ ഉടനീളം ഒരുപാട് ചെയ്യുന്നുണ്ട്. ബറ്റാലിയൻ ആർക്കുണ്ട്, ഈ പറഞ്ഞ കേരള പോലീസ് ഉണ്ട് അല്ലേ. നമുക്കറിയാം ഈ പറഞ്ഞ എന്തൊരു പ്രശ്നമൊക്കെ വരുവാണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യും, ബറ്റാലിയൻ പോലീസാണ് ചെയ്യുന്നത് വരുന്നത് അല്ലേ. അത്തരത്തിൽ ഈ പറഞ്ഞ പ്രക്ഷോഭങ്ങളോ അല്ല അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുവാണെങ്കിൽ ആദ്യം ഇറങ്ങുന്ന ആരായിരിക്കും, നമ്മുടെ പോലീസുകാരായിരിക്കും അല്ലേ. അത്തരത്തിൽ ഒരുപാട് പോലീസ് ബറ്റാലിയൻ അവിടെ ഉണ്ട്, നമ്മുടെ കേരളത്തിലുടനീളം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പോലീസ് ബറ്റാലിയനുകളായിരിക്കും പൊതുവെ ചെയ്യുന്ന വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ പറഞ്ഞ SAP അല്ലേ, SAP തിരുവനന്തപുരം. അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ, ഓക്കെ, തിരുവനന്തപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള എന്താണ് ഈ പറയുന്ന പത്തനംതിട്ടയിൽ, അതായത് KP3 എന്ന് പറയും. ഓക്കെ, KP3 എന്നാണ് പൊതുവെ പറയുന്നത്. ഓക്കെ, KP3 എന്ന് പറയുന്നത് KP3. അതേപോലെ തന്നെ ഇടുക്കിയിൽ, ഓക്കെ, നമ്മുടെ ഇടുക്കിയിലും KP5, അതേപോലെ തന്നെ എറണാകുളത്തെ KP1, അതേപോലെ തൃശ്ശൂരിൽ KP2, അതേപോലെ മലപ്പുറത്തെ MSP എന്ന് പറയുന്നത് മലബാർ സ്പെഷ്യൽ പോലീസ് എന്നുള്ളതാണ്. ഓക്കെ, MSP എന്ന് പറഞ്ഞാൽ മലബാർ സ്പെഷ്യൽ പോലീസിലേക്കാണ്. ഓക്കെ, മലബാർ സ്പെഷ്യൽ പോലീസിലാണെന്ന് പറയുന്നത് ഈ MSP എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കാസർഗോഡ് KP കാണാൻ പറ്റും അല്ലേ. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള KPകളിലേക്കാണ് എന്ത് ലഭിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാസർഗോഡുണ്ട്, ഇടുക്കിയുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളം ഉണ്ട്, ഇടുക്കിയുണ്ട്, പത്തനംതിട്ടയുണ്ട്, തിരുവനന്തപുരം. ഇത്രയും പ്രദേശങ്ങളിലേക്കാണ് ചെയ്യുന്നത് വേക്കൻസികൾ വിളിക്കുന്നത്. അപ്പോൾ ഓരോ ബറ്റാലിയനിൽ എങ്ങനെയാണ് വേക്കൻസി അനുസരിച്ചായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല വേക്കൻസികൾ ഏറെക്കുറെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ പോലീസിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഈ പറയുന്ന കേരള പോലീസ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻസ് വഴിയാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ജോലി പ്രധാനമായിട്ട് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ യൂണിഫോം ജോബ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ പറയുന്ന കേരള പോലീസ് കോൺസ്റ്റബിളിലെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നോക്കുമ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, ബറ്റാലിയൻ വൈസ് ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഏത് ബറ്റാലിയനാണ് നിങ്ങൾ അപേക്ഷിച്ചത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബറ്റാലിയൻ അനുസരിച്ചായിരിക്കും വേക്കൻസി മറ്റു കാര്യങ്ങളും വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 മുതൽ 26 വയസ്സ് വരെയാണെന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണെന്ന് പറയുന്നത് ഈ പറയുന്ന കേരള പോലീസിന്റെ കോൺസ്റ്റബിൾ എന്ത് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 26 വയസ്സ് വരെയാണ്. അതോടൊപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ SC ST OBC വിഭാഗത്തിലുള്ളവർക്ക്, ഓക്കെ, SC ST OBC എന്നീ പറഞ്ഞ വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏജ് റിലാക്സേഷൻ മറ്റും എന്ത് ചെയ്യുന്നത് പൊതുവെ കൊടുക്കാറും കണ്ടിട്ടുണ്ട്. ഓക്കെ, പൊതുവെ ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യും പൊതുവെ ലഭിക്കുന്നതാണ്. അത്തരത്തിൽ 18 മുതൽ 26 വയസ്സ് വരെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 18 വയസ്സ്, അതായത് ഇപ്പോൾ ഒരു +2 ഒക്കെ മറ്റും കഴിഞ്ഞ് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ 18 വയസ്സിന് കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ എഴുതാൻ പറ്റിയ ഒരു എക്സാമിനേഷൻ ആണ് ഈ പറഞ്ഞ കേരള പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾ നല്ല രീതിയിൽ ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും കയറാൻ പറ്റുമെന്നാണ് ഈ പറയുന്ന പോലീസ്. അല്ലേ, വളരെ എന്താണ് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സേനയിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഭാഗമാകാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ടല്ലോ, ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ് ഇൻ HSC +2 ഓർ ഇക്വലന്റ് എന്നുള്ളതാണ്. അതായത് മിനിമം ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് +2 ആണ്. +2 വെച്ചാൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസ് നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള ഏതൊരു വ്യക്തിക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇവിടെ ഈ പറയുന്ന കേരള പോലീസിന്റെ ഈ പറഞ്ഞ കോൺസ്റ്റബിളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് +2 ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, +2 എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇവിടെ ഈ പറഞ്ഞ കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആ തരത്തിൽ ഒന്നെങ്കിൽ +2 ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള നമ്മുടെ +2ന് തത്തുല്യമായിട്ടുള്ള യോഗ്യതകൾ മറ്റെന്തെങ്കിലും ആയിരിക്കണം. ഓക്കെ, ഗവൺമെന്റ് പ്രധാനമായിട്ടും നമ്മൾ പറയട്ടെ, ഗവൺമെന്റ് അംഗീകൃത കോഴ്സ് ആയിരിക്കണം. ഓക്കെ, ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള +2ന് തത്തുല്യമായിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഫിസിക്കലി മറ്റ് റിക്വയർമെന്റ്സും മറ്റും ഉണ്ട്. ഓക്കെ, എക്സാമിനേഷന് ശേഷം ഫിസിക്കൽ മറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതായത് ഓട്ടവും ചാട്ടവും കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പൊതുവെ വരാറുണ്ട്. അത്യാവശ്യം നല്ല 18 26 വയസ്സിലുള്ള അത്യാവശ്യം നല്ല എന്താണ് ബോഡിയൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഫിസിക്കലി ഫിറ്റൊക്കെ ആളുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പറയുന്ന കേരള പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ യങ് ആയിട്ടുള്ള ഏജ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ സർവീസ് ആരംഭിച്ച് വളരെ നല്ലൊരു പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് ആണ്. ഓക്കെ, അത്തരത്തിൽ നമ്മുടെ ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടി പഠിക്കുന്നതാണ് നിങ്ങൾ, അല്ലെങ്കിൽ തയ്യാറെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ AZ അക്കാഡമിക്ക് വേണ്ടി ഈ പറയുന്ന സല്യൂട്ട് എന്ന് പറഞ്ഞ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് നമ്മുടെ AZ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സല്യൂട്ട് എന്ന് പറയുന്ന കോഴ്സ്. അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർ റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസർ എന്നീ പറയുന്ന തസ്തികകളിലേക്ക് പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടയോടുകൂടി അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് വളരെ എന്താണ് സയന്റിഫിക് ആയിട്ടൊക്കെ പഠിച്ച് പെട്ടെന്ന് തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബാച്ച് നമ്മുടെ AZ അക്കാഡമിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സല്യൂട്ട് എന്ന് പറഞ്ഞ ബാച്ച്. നമ്മുടെ അക്കാഡമിയുടെ ഈ പറയുന്ന കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻസ് ഉണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ആദ്യം തന്നെ ഒരു ഫുൾ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്തുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനുകൾ മറ്റു ക്ലിയർ ചെയ്ത് അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ പഠിപ്പിച്ച് ഡെയിലി സ്റ്റഡി പ്ലാൻ തന്ന് അത് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് ഓക്കെ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ച് നിങ്ങൾ മെന്റർഷിപ്പ് സപ്പോർട്ടൊക്കെ തന്ന് ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ വിളിച്ച് ചോദിച്ച് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗട്ട് എന്ത് ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും നല്ലൊരു ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന AZ അക്കാഡമിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ AZ അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം AZ എന്ന് പറയുന്ന അല്ലേ AZ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് കാണാൻ സാധിക്കും. ഓക്കെ, ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക പറയുന്ന പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ എന്ത് ചെയ്യുക നമ്മുടെ ഈ പറയുന്ന ആപ്പ് അവൈലബിൾ ആണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുക നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന സല്യൂട്ട് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന കോഴ്സോട്ട് നമ്മുടെ ഒരുപാട് സംശയം ഉണ്ടെങ്കിൽ ഓക്കെ എന്താണ് കോഴ്സ് അല്ലെങ്കിൽ പറയുന്ന എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ എന്താണ് വരുന്നത് അല്ല അത്തരത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സിലബസ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ പറയുന്ന
99954672446 ഓക്കെ 99954672446 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ഡൗട്ടും ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് ആയിരിക്കും. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ താമസിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉടനെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനിരിക്കുന്നത് അല്ലേ, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാനനുസരിച്ചാണ് നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഓക്കെ വളരെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിങ്ങൾ പഠിപ്പിച്ച് നല്ല എന്ത് ചെയ്യുക, വളരെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കോഴ്സുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ അപ്പോൾ നിങ്ങളുടെ എന്ത് സംശയം മറ്റുള്ള നിങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങൾ എന്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ മറ്റു നമുക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന AZ അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് പുതിയ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ എല്ലാവർക്കും മുമ്പേ തന്നെ ടെലിഗ്രാം അപ്ഡേറ്റ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്താൽ പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ PSCയുടെ ആയിക്കോട്ടെ, SSCയുടെ ആയിക്കോട്ടെ, മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൻ്റെ ആയിക്കോട്ടെ, നിങ്ങളെല്ലാം എന്ത് ചെയ്യും, പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, പുതിയതായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം മറ്റുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്യൂരീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും സംശയം മറ്റുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ ഭാവിയിൽ നല്ലൊരു പോലീസ് ഓഫീസർ നിങ്ങളിൽ ഒരാളാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു.